ഒരു ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു $100 മൊമെൻറ്റം ആണ് നമുക്കിന്ന് കിട്ടിയത്. പക്ഷേ ഇത് ഒരു ഫുൾ ബുള്ളിഷ് മൊമെൻറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഈ വരുന്ന ഫ്രൈഡേ നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു മൊമെൻറ്റം ആയിട്ടാണ് നമ്മൾ ഇതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. 4126 ലെവലിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താ ഒരു ബൈ തന്നെ കണ്ടിന്യൂഷൻ നോക്കാം. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4107 ലെവൽ വരെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡെയിലിയുടെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ലെവലിൽ നിന്നിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്തത്. പക്ഷേ ആ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഹൈ പ്രോബിൾ ആയിട്ടുള്ളൊരു ബൈ മൊമെൻറ്റത്തിന് ഒരു വീക്കായിട്ടുള്ള സെല്ലാണ് അവിടെ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെൻറ്റർ. സോ നമുക്ക് ഇന്ന് ഗോൾഡിൻ്റെ അതുപോലെ തന്നെ യൂറോ യുഎസ്ഡിയുടെയും മാർക്കറ്റ് അനലൈസ് ചെയ്യാം. എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് സെല് ചെയ്യണം, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഇനി വരുന്ന അപ്കമിങ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു 4200 ലെവൽ വരെ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് ഹയർ പ്രോബിലിറ്റി ഉണ്ടെന്നല്ലേ. ഒരു ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു $100 മൊമെൻറ്റം ആണ് നമുക്കിന്ന് കിട്ടിയത്. സോ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ഡിമാൻഡ് ലെവലിൽ നിന്നാണ് പ്രൈസ് മുകളിലേക്ക് പോയി ഒരു 15 മിനിറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തന്നെ ഒരു ബുള്ളിഷിലേക്കുള്ള സ്ട്രക്ചറുമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഫുൾ ബുള്ളിഷ് മൊമെൻറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഈ വരുന്ന ഫ്രൈഡേ നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു മൊമെൻറ്റം ആയിട്ടാണ് നമ്മൾ ഇതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഏത് ലെവലിലേക്കൊക്കെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. വീക്കിൻ്റെ ഹൈ ആണ് ഇവിടെ പ്രൈസ് കളക്ട് ചെയ്തേക്കുന്നത്. സോ ആ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ കളക്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഷോർട്ടായിട്ടുള്ള സെൽ റിയാക്ഷൻസ് ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ കാണുന്ന ഒരു മൊമെൻറ്റം നല്ല ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോയി, പക്ഷേ താഴത്തേക്ക് വന്നത് വളരെ സ്ലോയിലാണ് വന്നേക്കുന്നത്. സോ ദാറ്റ് മീൻസ് പ്രൈസ് ഇനി മുകളിലേക്ക് പോകാനുള്ള ഹയർ പ്രോബിലിറ്റീസ് ആണ് ഉള്ളത്. സോ അപ്പോൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പ്രൈസ് ഇനി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് എന്നും കൂടെ നമുക്ക് നോക്കാം. സോ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 1 അവറിൻ്റെ തന്നെ ലാസ്റ്റ് ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത ഏരിയയിലാണ് ഇപ്പോൾ ഒരു 50% ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നത്. സോ ഇത് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് കയറി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു 4126 ലെവലിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താ ഒരു ബൈ തന്നെ കണ്ടിന്യൂഷൻ നോക്കാം. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4107 ലെവൽ വരെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4126 ലെവലിൽ നിന്ന് കയറി പോകാനാണ്. കാരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പ് മൊമെൻറ്റത്തിൻ്റെ ഒരു 50% ഒരു ഇക്വിലിബ്രിയം ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂഷൻ പോകാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിൽ സെല്ല് നോക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് മീൻസ് നിങ്ങൾ ഇത്രയും മൊമെൻറ്റം മുകളിലേക്ക് പോയി എന്ന് കരുതി ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ലോ വരെ പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രേഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം അതേ സെല്ലായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. സോ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എന്താണ് അതിനനുസരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക. അതായത് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് ബൈ സൈഡിലേക്കുള്ള മൊമെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബൈയിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യാവുന്നതാണ്. സോ ഈ കാണുന്ന 4126 ലെവൽ നല്ലൊരു ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ കിട്ടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന 4203 ലെവൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബൈ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഈ ലണ്ടൻ്റെ ഹൈ തന്നെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 4202 ആൻഡ് ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 4221 ആണ്. ഇതൊരു മേജറായിട്ടുള്ള ഡെയിലി ലെവലിലെ ലിക്വിഡിറ്റി സിറ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-4 അവറിൻ്റെ ക്യാൻഡിൽസ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് ഒരു 3800 അല്ലെങ്കിൽ 3500 ലെവലിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം മാത്രം ബൈ നോക്കുക. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവോയ്ഡ് ചെയ്യുന്നത് മാക്സിമം നോക്കുക. ഓക്കെ, സോ നമുക്കിനി യൂറോ യുഎസ്ഡിയിലേക്ക് ഒന്ന് പോവാം. സോ യൂറോ യുഎസ്ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു ഡെയിലിയുടെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ലെവലിൽ നിന്നിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്തത്. പക്ഷേ ആ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഹൈ പ്രോബിൾ ആയിട്ടുള്ളൊരു ബൈ മൊമെൻറ്റത്തിന് ഒരു വീക്കായിട്ടുള്ള സെല്ലാണ് അവിടെ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് കയറി പോകാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ലിക്വിഡിറ്റി ഒരു പ്രീവിയസ് സെഷൻസിൻ്റെ ലിക്വിഡിറ്റീസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ബൈ മൊമെൻറ്റം തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം.
നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ കാണുന്ന 1.1579 എന്നുള്ള ലെവൽ തന്നെ എയിം ചെയ്യാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഡെയിലി വൈസ് തന്നെ മേജർ ലിക്വിഡിറ്റി സിറ്റിംഗ് ആയിട്ടുള്ള 1.16218 എന്നുള്ള ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. ആൻഡ് ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 1.1693 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു ലെവലിൽ ഈ കാണുന്ന രണ്ട് ലെവലിലേക്കും പ്രൈസ് വന്നതിന് ശേഷം ഒരു ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾ ഒരു സെല്ല് പ്ലാൻ ചെയ്യാം. ഈ കാണുന്ന ലോ, അതായത് 1.1455 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യുക, കംപ്ലീറ്റ്ലി സെൽ സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഈ കാണുന്ന 1.1286 ലെവൽ വരെ പ്രൈസ് അങ്ങനെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗോൾഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബൈ ഫോക്കസ് ചെയ്യുന്നതാണ് യൂറോ USD നല്ലത്. സെല്ല് കിട്ടുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ബുക്ക് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കുക. സോ ഈ കാണുന്ന ഫ്രൈഡേ എന്ന് പറയുന്നത് നോൺ ഫാം പേറോൾസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് അല്ലേ. സോ ഈ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ മേ ബി ഫ്രൈഡേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻസ് കാണാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. ഫ്രൈഡേ എൻറ്റയർ ഡേ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. NFP വരുന്ന അതിൻ്റെ ന്യൂസ് ഇവൻറ്റ്സും കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ ഡാറ്റ റിലീസും കഴിഞ്ഞ് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്ത ഒരു ഡയറക്ഷൻ പ്ലാൻ ചെയ്യാം. പ്രോബബ്ലി അതൊരു സെൽ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ കഴിഞ്ഞ ഒരു നോൺ ഫാം പേറോൾസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഗോൾഡ് ആയാലും അതുപോലെ തന്നെ കറൻസി സ്പേസ് ആയാലും മെജോറിറ്റി കേസിലും പ്രൈസ് ഡ്രോപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സോ ആ NFP റിലീസിന് മുമ്പായിട്ടുള്ള ഒരു പ്രൈസ് റാലി ആയിട്ട് തന്നെ ഇതിനെ കരുതിയാൽ മതി. നോക്കി കണ്ട് ട്രേഡ് എടുക്കുക, റിസ്ക് വളരെ കുറച്ചെടുക്കുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. സോ നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.